ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടേക്ക്. ഞാൻ അങ്ങനെ ലിൻസിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വിയന്ന, നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയാണ് വിയന്ന. അവിടെ എത്തിയ വീട് നിങ്ങളെല്ലാവരും കണ്ടു കാണും. അവിടെ നിന്ന് ഞാനിപ്പോൾ ലിൻസിലെത്തി. ലിൻസിലായിരിക്കും ഞാൻ ഇനി സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അവിടെ നിന്ന്, അതായത് വിയന്നയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് കുറേശ്ശേയൊക്കെ ആയിട്ട്. ട്രെയിൻ ത്രൂ ആണ് വന്നത്. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുട്ടി വ്ളോഗായിരിക്കും. ഇനി കൂടുതൽ വിശേഷങ്ങൾ ലിൻസിയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വന്നാലോ. 2 ദിവസം ഫ്രണ്ട്സിനൊപ്പം വിയന്നയിൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇന്ന് തിരിച്ച് ലിൻസിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്നൊരു ലോക്കൽ ട്രെയിൻ എടുത്തിട്ട് മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. ബാനോഫ് എന്നാണ് റെയിൽവേ സ്റ്റേഷന് ജർമ്മനി പറയുന്നത്. ഹൗട്ട് ബാനോഫ് എന്നാണ് മെയിൻ റെയിൽവേ സ്റ്റേഷന് പറയുന്നത്. ഹൗട്ട് ബാനോഫിലൂടെയാണ് നമ്മൾ പോകുന്നത്. പെട്ടി ഞാൻ തമ്മിലുള്ള യുദ്ധം ഇതുവരെ റെഡി ആയിട്ടില്ല. എയർപോർട്ടിൽ നിന്ന് തുടങ്ങിയതാണേ. അങ്ങനെ ഒരു സീറ്റൊക്കെ കിട്ടി. പിന്നെ ഞാൻ കാഴ്ചകളും അതുപോലെ എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. തിരിച്ച് ഇവരെ കാണാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ വരുന്നത്. അങ്ങനെ നമ്മൾ മെയിൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഫിറ്റ് ചെക്ക് നടത്തുവാണ്. ഇത് ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്, എല്ലാം സെറ്റാണോ എന്നുള്ളതൊക്കെ. എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ്? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. സോ നമ്മൾ അങ്ങനെ ഹോട്ട് ബാനോഫിൽ മെയിൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്നാണ് നമുക്ക് ലിൻസിലേക്കുള്ള ട്രെയിൻ പിടിക്കേണ്ടത്. സോ ട്രെയിൻ വരാനായിട്ട് നമ്മൾ അവിടുത്തെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കും ട്രെയിനിങ് എത്തി. ട്രെയിൻ നല്ല ഭംഗിയായിട്ടോ കാണാം. 2 ഫ്ലോറായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു നമ്മളുടെ സീറ്റിങ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ സെറ്റിലായി കഴിഞ്ഞിട്ട് പിന്നെ കണ്ട കാഴ്ചകളായിരുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു എനിക്ക് വിൻഡോയിൽ കൂടെ കാണാനായിട്ട് പറ്റുന്നത്. കമ്പയറിങ് ടു വിയന്ന, ലിൻസ് കുറച്ചുകൂടെ ഉള്ളോട്ടുള്ള, കുറച്ചുകൂടെ ഗ്രാമം, കുറച്ചുകൂടെ ഗ്രീൻ ഒക്കെ കൂടുതലുള്ളൊരു സ്ഥലമായിട്ട് തോന്നി. വരുന്ന വഴിയിലെ കാഴ്ചകളും അങ്ങനെ ആയിരുന്നു. ഫുൾ ഇങ്ങനത്തെ പാടങ്ങൾ, കൃഷിയിടങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ വീടിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻസ്. അപ്പോൾ ഞാൻ വന്നിട്ട് ഇതൊക്കെ കുറച്ചും കൂടെ കാണുന്നത് ഈ ട്രെയിൻ യാത്രയിലായിരുന്നു. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ട്രെയിൻ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഭയങ്കര ക്വയറ്റാണ്. ഇവിടെ അങ്ങനെ വലിയ ഒച്ചകളും കാര്യങ്ങളും ഇല്ല. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം അതാണ്. ഇവിടെ അങ്ങനെ സൗണ്ടുകളില്ല. ആൾക്കാർ ഭയങ്കര ക്വയറ്റാണ്. നമ്മുടെ നാട്ടിലിപ്പം നമ്മളൊരു ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല ബഹളമായിരിക്കത്തില്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ എന്നെ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നത്തെ സ്റ്റോപ്പിലെത്തി. അതാണ് സെൻറ്റ് വാലൻറ്റൈൻ എന്ന് പറഞ്ഞ ഈ സ്റ്റോപ്പ്. എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റോപ്പ് ലിൻസാണ്. ഫൈനലി ലിൻസ് എത്താൻ പോവുകയാണ്. അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴത്തെ ഫ്ലോറിലോട്ട് വന്നു. നമ്മുടെ സ്റ്റോപ്പ് എത്താറായി. ലിൻസ് ഹോട്ട് ബാനോഫ് മെയിൻ റെയിൽവേ സ്റ്റേഷൻ എത്തി. അതിനുള്ളിൽ തന്നെ ഒരു സ്പാർ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു സ്റ്റോറുണ്ട്. എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത്, കാരണം റൂമിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഞാനൊന്ന് സെറ്റിലായിട്ട് വേണമല്ലോ പുറത്തോട്ടൊക്കെ പോകാൻ. അപ്പോൾ എനിക്ക് അത്യാവശ്യം കഴിക്കാനുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്നൊരു ടാക്സി എടുത്തു. നമുക്ക് ഇവിടുത്തെ ട്രാം എടുത്തും പോകാം. ഫസ്റ്റ് നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ടാക്സി എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോകുന്നത്. ഇതാണ് ഞാൻ താമസിക്കാൻ പോകുന്ന സിറ്റി. അങ്ങനെ ലിൻസിലെ കാഴ്ചകൾ ഇവിടെ തുടങ്ങുകയാണ്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഇംപ്രഷൻ അതായിരുന്നു എൻ്റെ മനസ്സിലോട്ട് വന്നത്. അങ്ങനെ ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലെത്തി. നമ്മൾ സ്പാറിൽ നിന്ന് സാൻഡ്വിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും കഴിച്ച് ഒന്ന് സെറ്റിലാവാമെന്ന് ഓർത്തു. ലഗേജൊക്കെ ജസ്റ്റ് കൊണ്ടുവച്ച് എല്ലാം അവിടെ ഇവിടെയും വാരിയിട്ടേക്കുവാണ്. ഫുൾ റൂം മൊത്തം മെസ്സായി കിടക്കുവാണ്. ഈ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക, അതായിരുന്നു മെയിൻ പരിപാടി. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് അയന അവളുടെ ഫ്രണ്ട്സുമായിട്ട് അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നിജിത, ഇത് അലീന. അപ്പം ഇപ്പം ഇവരും എൻ്റെ ഫ്രണ്ട്സാണ് ഇവിടുത്തെ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ പോസ്ലിംബർഗ് എന്നുള്ള സ്ഥലത്തോട്ടാട്ടോ പോകുന്നത്. അത്യാവശ്യം ഇവിടുന്ന് ഹൈറ്റുള്ള ഒരു 1768 അടി മുകളിലുള്ള ഒരു സ്ഥലമാണിത്. അവിടെ ഭംഗിയുള്ളൊരു ചർച്ചുണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിയും അടിപൊളിയായിരുന്നു. നല്ല കിടിലം വ്യൂസ് ആയിരുന്നു എല്ലാം. മുന്നോട്ട് പോകുമ്പോൾ ട്രാമിനുള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് പോകുന്നത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ട്രാമിൽ ഇരിക്കുകയായിരുന്നു. ഞാനിവിടെ വന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ എനിക്കുണ്ട് കാഴ്ചകൾ കാണുമ്പോൾ. ചർച്ചിൻ്റെ ആ സൈഡിലോട്ട് നമ്മൾ എത്തി. എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്ന് അറിയാമോ? എവിടെ നോക്കിയാലും നല്ല നല്ല ഫ്രെയിമുകളും നല്ല നല്ല വ്യൂകളും ആയിരുന്നു ആ ഒരു ചർച്ചിൻ്റെ ഏരിയ ഫുള്ള്. നമ്മൾ നടന്നതെല്ലാം കണ്ട് എന്തായാലും ഞാൻ വന്ന ദിവസം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഒരു ഗുഡ് സ്റ്റാർട്ട് കിട്ടിയ കണക്ക് നല്ലൊരു വ്യൂ കണ്ടില്ലേ തുടങ്ങുന്നത്. ഈ ഒരു ഏരിയയിലൊക്കെ വന്ന് ഇവരോട് ടൈം സ്പെൻഡ് ചെയ്ത് കുറേ നല്ല കൂട്ടുകാരെ കിട്ടി. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഹാപ്പിയാണ്. ഇവിടെ ലവ് ലോക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ കയറി വരുന്ന സൈഡിലൊക്കെ ആയിട്ട്. ഞാനും അതിനെ ആദ്യമായിട്ടാണ് വരുന്നത്. നിജിതയും അലീനേനും മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ കാര്യമായിട്ടത് പഠിക്കുന്നുണ്ട്. എന്താണെന്ന് പിന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക്. അങ്ങനെ ചർച്ചിൻ്റെ അടുത്ത് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല നല്ല ഫ്രെയിമുകളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. നല്ല ലൈറ്റും ഉണ്ടായിരുന്നു. അത്യാവശ്യം ഹൈറ്റിലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് തന്നെ കേട്ടോ. പിന്നെ നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്ത്. ഇത് ചർച്ചിൻ്റെ മെയിൻ ഒരു കവാടമാണ്. വലിയ ഡോറാണ്. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്ത് ഹൈറ്റ് ഉണ്ട് ആ ഡോറിനുള്ളത്. പിന്നെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു. പുറത്ത് അത്യാവശ്യം നല്ല പീസായിട്ടുള്ള ഏരിയ തന്നെ. അകത്ത് ഇച്ചിരി കൂടെ ക്വയറ്റാണ്. മനസ്സിനൊക്കെ ഒരു സമാധാനം കിട്ടിയൊരു ഫീൽ തോന്നി ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചിറങ്ങിയപ്പം.
പിന്നെ പുറത്തിറങ്ങി നമ്മൾ മുടി കളർ ചെയ്തതിനെ പറ്റിയൊക്കെ സംസാരിക്കുമായിരുന്നു. എൻ്റെ മുടിയുടെ കളർ ദിവസം കഴിയുന്നവരും കുറഞ്ഞു കുറഞ്ഞു വരുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആയിരിക്കും. വന്നപ്പോൾ അത്യാവശ്യം റെഡായിരുന്നു, ഇപ്പോൾ ഒരു ബ്രൗണൊക്കെ ആയി തുടങ്ങിയിട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെയറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിക്കുമായിരുന്നു. ഇവളിവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ഓക്കെയാണ്. എന്തുണ്ടെങ്കിലും എനിക്കൊരാളുണ്ടെന്നുള്ളൊരു ഫീലാണ്. ഇന്നിവിടെ വിസിറ്റ് ചെയ്ത അവസാനത്തെ ആൾക്കാർ നമ്മളായിരിക്കും. കാരണം നമ്മളിനി ലാസ്റ്റ് ട്രാമിലാണ് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറേ സമയം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടും കിട്ടി. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ വ്യൂ. ലിൻ സിറ്റി ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. എന്ത് ഭംഗിയാണെന്നറിയാം. വൈകുന്നേരം ആ ഒരു സൺസെറ്റ് ടൈമും കൂടെ ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു സ്കൈയും ആ വ്യൂ ഒക്കെ കാണാനായിട്ട്. ഞാനും കുറേ നല്ല ഫോട്ടോസ് എടുത്തു. എന്നിട്ട് സംസാരിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് നമുക്ക് പോകുന്നതിന് മുന്നേ തിരിച്ചു പോകുന്ന ഒരു ട്രാം പോകുന്നത്. അങ്ങോട്ടേക്കുള്ള ലാസ്റ്റ് ട്രാം ഇതാണ്. ഇനി ഇങ്ങോട്ടേക്കുള്ള ലാസ്റ്റ് ട്രാമിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ മെല്ലെ നമ്മൾ നടന്ന് നമ്മൾ ട്രാം സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റോപ്പ്. നമ്മുടെ ട്രാം തേണ്ടിങ്ങ് എത്തി. ഇവരാണ് ഇവിടെ ഫോട്ടോസൊക്കെ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഇത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ മനസ്സിലാകും ലാസ്റ്റ് സ്റ്റോപ്പ് താണ്ട് ഇതാണ്. അത് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ ഞാനിവിടെ കാണുന്നത്. അങ്ങനെ നമ്മുടെ ട്രാം എത്തി. ഞാനും അലീലിയും ട്രാമിൽ കയറി. എപ്പോഴും നമ്മുടെ കൂട്ടുകാരവിടെ വെളിയിൽ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അവരും എല്ലാം ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരട്ടെ. നമുക്കപ്പോഴത്തേക്ക് ട്രാമിൽ കയറി സീറ്റൊക്കെ പിടിച്ചിരിക്കാം. അങ്ങനെ നമ്മൾ പാസഞ്ചേഴ്സൊക്കെ ആയിട്ട് ട്രാം താഴേക്ക് ഇറങ്ങി. ആ ഹൈറ്റ് ഇറങ്ങുന്നത് നമുക്ക് മനസ്സിലാവും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാഴ്ചകൾ ആ സൺസെറ്റ് ടൈമിൽ കണ്ടപ്പോഴത്തേക്ക്. അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങിയെടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഇന്നത്തെ ഒരു വൈകുന്നേരം ഫസ്റ്റ് ഡേ ഇൻ സിറ്റി അടിപൊളിയായിട്ട് തന്നെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എല്ലാവരുടെ അടുത്തും നമ്മൾ ബായും പറഞ്ഞ് നമ്മൾ മെല്ലെ ഇനി അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയാണ്. അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ട് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ നമുക്ക് കിടന്ന് ഉറങ്ങണം. അതൊക്കെ തന്നെയുള്ളൂ. റൂം ഒരു പെസ്സായിട്ട് കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് നാളെയൊക്കെ കൊണ്ട് റീഅറേഞ്ച് ചെയ്ത് സെറ്റാക്കണം. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ ഇവിടെ നിന്നായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബായ്.